നമ്മുടെ സിലബസിലെ ഒരു മൊഡ്യൂളാണ് ഫാസ്റ്റനേഴ്സ്. അതിൽ വരുന്നതാണ് സ്ക്രൂ ത്രെഡ്, നെറ്റ്, ബോൾട്ട്, സ്റ്റഡ്, വാഷേഴ്സ്, ലോക്കിംഗ് ഡിവൈസസ്, റിവെറ്റ്. അപ്പോൾ നമ്മുടെ ഷീറ്റ് മെറ്റലിൻ്റെ കേസിൽ കൂടി നമുക്ക് റിവെറ്റും ഇങ്ങനത്തെ എല്ലാ കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം റിവെറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. റിവെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഇരിക്കുന്ന ആളാണ് റിവെറ്റ്. കണ്ടില്ലേ, ഇങ്ങനെ ഏറ്റവും വലിയൊരു സൈസുള്ള ഒരു ഹെഡ് ഉണ്ട് അല്ലേ, ഒരു തലഭാഗം ഉണ്ട് ഇയാൾക്ക്. ഇങ്ങനെയുള്ള ഈ തലഭാഗം അതിന് നമ്മൾ എന്ത് വിളിക്കും? ഹെഡ് എന്ന് വിളിക്കും. ഹെഡ് എന്ന് വിളിക്കും. ഇനി ഡയാമീറ്റർ ഡി അടയാളപ്പെടുത്തിയെന്ന് കണ്ടെങ്കിൽ ഇങ്ങനെ ആ ഭാഗമാണ് ഷാങ്ക്. ഷാങ്ക് എന്ന് പറയുമ്പോൾ കാലുത ഇങ്ങനെ കൊടുത്തിരിക്കണതാണ് ഇത് ഷാങ്ക്. അപ്പോൾ രണ്ട് ഭാഗമാണിത്, ഹെഡ്, ഷാങ്ക്. ഷാങ്കിൻ്റെ അറ്റത്തെ നമുക്ക് എന്ത് വിളിക്കാം? ടൈൽ എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഇനി എനിക്ക് രണ്ട് പ്ലേറ്റുകൾ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട്, തൊട്ട് മുകളിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ വണ്ടിയുടെ മഡ് ഗാർഡോ എൻ്റെ വീട്ടിലെ അൽമറ, ഇങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഇതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഞാനൊരു ഹോൾ ഡ്രിൽ ചെയ്തു. ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഈ കാണുന്ന റിവറ്റിനെ ഞാൻ ഇറക്കി വെച്ചു. അപ്പോൾ റിവറ്റ് അതിൻ്റെ ഷാങ്ക് ഉണ്ടല്ലോ, ഷാങ്ക് ഇതാ ഇങ്ങനെ ഇരുന്നിരുന്നു. ആദ്യം ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഷാങ്ക് ഇരുന്നിരുന്നത്. ഇങ്ങനെയായിരുന്നു ഷാങ്ക് ഇരുന്നിരുന്നത്. എന്നിട്ട് ഞാൻ ബാൾപീൻ ഹാമർ കൊണ്ട്, എന്താണ് ബാൾപീൻ ഹാമർ കൊണ്ട്, ഒരു ക്വസ്റ്റ്യനാണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ. ബാൾപീൻ ഹാമർ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ഷാങ്കിനെ അടിച്ചിട്ട് ഇങ്ങനെ കർവ്ഡ് രൂപത്തിലാക്കി മാറ്റി. ഷാങ്കിൻ്റെ ടെയിൽ എൻഡിനെ അടിച്ചിട്ട് ഇങ്ങനെ കർവ്ഡ് രൂപത്തിലാക്കി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റിവറ്റ് ഹെഡ് ഫോം ചെയ്യുക. ഒരു ഹെഡ് ആദ്യം ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ ഹെഡ് എങ്ങനെ ഫോം ചെയ്യുക? ബാൾപീൻ ഹാമർ കൊണ്ടാണ്. എന്നിട്ട് ഞാനിങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, ഞാൻ കടയിൽ പോയിട്ട് വാങ്ങുമ്പോൾ ഈ റിവറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നത് ആ കടക്കാരനോട് പറയേണ്ടത് ഈ റിവറ്റിൻ്റെ ഷാങ്കിൻ്റെ ഡയാമീറ്റർ അനുസരിച്ചിട്ട് സ്പെസിഫൈ ചെയ്യുക. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്, കടയിൽ പോയി വാങ്ങുമ്പോൾ ഇന്ന ഡയാമീറ്റർ ഷാങ്കിളുടെ റിവറ്റ് എനിക്ക് തരുമെന്നാണ് ഞാൻ പറയേണ്ടത്. ദി റിവറ്റ് ആർ സ്പെസിഫൈഡ് ബൈ ദി ഡയാമീറ്റർ ഓഫ് ദി ഷാങ്ക്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇനി നമുക്ക് റിവറ്റിനെ നമുക്ക് എന്ത് ചെയ്യുക? കുറച്ച് കഴിഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. സ്ട്രക്ചറൽ റിവറ്റ്, ബോയിലർ റിവറ്റ്, സ്മാൾ റിവറ്റ്, റിവറ്റ് ഫോർ ഷിപ്പ് ബിൽഡിംഗ്, എയർക്രാഫ്റ്റ്, ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. പക്ഷേ നമുക്ക് ക്ലാസിഫൈ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ആകെ അറിയേണ്ടതേ ഉള്ളൂ ടൈപ്പ് ഓഫ് റിവറ്റ് ഹെഡിനെ പറ്റി മാത്രമേ അറിയേണ്ടുള്ളൂ. ഏതൊക്കെയാണ്? സ്നാപ്പ് ഹെഡ് ഉണ്ട്, എലിപ്സോയിഡലുണ്ട്, പാൻ ഹെഡ് ഉണ്ട്, അതുപോലെ തന്നെ കോണിക്കൽ ഹെഡ് ഉണ്ട്, കൗണ്ടർ സംഘം ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലാറ്റ് ഹെഡും പിന്നെ റൗണ്ടഡ് കൗണ്ടർ സംഘം ഹെഡും ഉണ്ട്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ റിവറ്റുകൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചു വെച്ചാൽ മതി. എക്സാമിലെ ലേറ്റസ്റ്റ് ട്രെൻഡ് ഇതാട്ടോ നമുക്ക് പഠിക്കേണ്ടത്. സ്നാപ്പ് ഹെഡ് എന്ന് കണ്ടോ നിങ്ങൾ? സ്നാപ്പ് ഹെഡ് കണ്ടോ? എക്സാമിലെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്നാപ്പ് ഹെഡ് റിവറ്റിൻ്റെ ഹെഡിൻ്റെ ഡയമെൻഷൻസ് ആണ് ചോദിക്കുക. അതായത് സ്നാപ്പ് ഹെഡ് റിവറ്റിൻ്റെ ഹെഡിൻ്റെ ഡയമെൻഷൻ എത്രയാണ് അതിൻ്റെ ഡയാമീറ്റർ എത്രയാണ്? 1.6D അല്ലേ? ഈ ഡയാമീറ്ററിനെ 1.6 തവണ ഗുണിച്ചിട്ടാണ് അതിൻ്റെ ഹെഡിൻ്റെ സൈസിൻ്റെ ലെങ്ത്ത് കിട്ടുക. ഹെഡിൻ്റെ ഹൈറ്റ് കണ്ടോ നിങ്ങൾ? ഹൈറ്റ് കണ്ടോ? ഹൈറ്റ് എത്ര? 0.7D. ഇതാണ് സ്നാപ്പ് ഹെഡ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? പാൻ ഹെഡ് എടുത്ത് നോക്കൂ. പാൻ ഹെഡ് എടുക്കുമ്പോൾ 1.6D 1.6D അല്ലേ? ഇതിൻ്റെ ഹെഡിൻ്റെ ഈ നീളം സെയിം ആണ്, അല്ലെങ്കിൽ ഡയാമീറ്റർ സെയിം ആണ്. ഇനി ഇതിൻ്റെ നോക്കി നോക്കൂ, ഇതിൻ്റെ ഹൈറ്റ് നോക്കി നോക്കൂ, അതും സെയിം ആണ്. അപ്പോൾ സ്നാപ്പ് ഹെഡും പാൻ ഹെഡും നമുക്ക് എന്ത് ചെയ്താൽ ഒരുമിച്ച് പഠിക്കാം. ഓക്കെ ആണോ? അപ്പോൾ പഠിച്ചോളൂ. സ്നാപ്പ് ഹെഡും പാൻ ഹെഡും ഹെഡിൻ്റെ ഡയാമീറ്റർ എത്രയാണ്? 1.6D. അതിൻ്റെ ഹെഡിൻ്റെ ഹൈറ്റ് എത്രയാണ്? 0.7D അല്ലേ? ഡയാമീറ്ററിൻ്റെ മുക്കാൽ ഭാഗം 0.75 ഇല്ല, 0.7D മാത്രമാണ്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചില്ലേ? സ്നാപ്പ് ഹെഡും പാൻ ഹെഡും പഠിച്ചു. ഇനി അടുത്ത് നോക്കാം, കൗണ്ടർ സഗ് ഹെഡ് അല്ലേ? എന്താ പ്രത്യേകത? എന്താ കൗണ്ടർ സഗ് ഹെഡ്? കണ്ടോ നിങ്ങൾ? കണ്ടോ ഹെഡ് കണ്ടോ? ഇങ്ങനെ കൗണ്ടർ സംഘമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? ഒരു കുഴിയിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടില്ലേ? നമ്മൾ കൗണ്ടർ സംഘമായിട്ടുള്ള ഡ്രില്ലായിട്ടുള്ള ഹോളിലേക്ക് ഇറക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യില്ല? ഇതിങ്ങനെ പൊന്തി നിൽക്കത്തില്ല. നമ്മളെ വാഹനത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡിയുടെ മുകളിലോ നമ്മൾ ഈ റിവറ്റ് അടിച്ചാൽ ഒരിക്കലും റിവറ്റ് ഇങ്ങനെ പൊന്തി നിൽക്കത്തില്ല, ഒരു അഭംഗിയായിട്ട് കാണത്തില്ല. അപ്പോൾ നല്ല ഭംഗിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പർപ്പസാണ്. ഇപ്പോൾ റിവറ്റിൻ്റെ ഹെഡ് പൊങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു തടസ്സമല്ലേ? അങ്ങനെ തടസ്സമാകാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കൗണ്ടർ സംഘ് ഹെഡ്. അതിൻ്റെ ഹെഡിൻ്റെ ഡയാമീറ്റർ കണ്ടോ നിങ്ങൾ? സൈസ് കണ്ടോ? 1.7D. നമ്മൾ പാൻ ഹെഡൊക്കെ പഠിച്ചു, അത് 1.6D ആയിരുന്നു. ഒരു വ്യത്യാസമുള്ള കൗണ്ടർ സംഘിൻ്റെ വ്യത്യാസം എന്താ? 1.7D. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഹൈറ്റ് നോക്കി നോക്കൂ. ഹൈറ്റ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഹൈറ്റ് നല്ല കുറവാണ് നമുക്കറിയാം അല്ലേ? എത്രയാണ് ഹൈറ്റ്? എത്ര വരുന്നുള്ളൂ? 0.45D. അത്ര മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ ആദ്യം പഠിച്ചത് കണ്ടോ? 0.7D. സ്നാപ്പ് ഹെഡിൻ്റെയും പാൻ ഹെഡിൻ്റെ ഹൈറ്റ് ഉണ്ടില്ലേ? ഹെഡിൻ്റെ ഹൈറ്റ് നോക്കി നോക്കൂ, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, 0.7D ഉണ്ട്. പക്ഷേ നമ്മൾ നോക്കി നോക്കൂ, കൗണ്ടർ സംഖ്യ എത്ര ഉള്ളൂ? 0.45D ഉള്ളൂ. ഓക്കെയാണ് വിചാരിക്കുന്നത്. ഇനി അടുത്ത റിവറ്റ് നോക്കി നോക്കാം.
ഫ്ലാറ്റ് ഹെഡ് റിവറ്റ് ഇല്ലേ, ഈ ഒരു ചിത്രം നോക്കി നോക്കൂ, ഫ്ലാറ്റ് ഹെഡ് റിവറ്റ് നോക്കി നോക്കൂ. അതിൻ്റെ ഹെഡിൻ്റെ ഹൈറ്റ് കണ്ടോ? ഹൈറ്റ് ഉണ്ടോ? ഇല്ല അല്ലേ, ഹൈറ്റ് ഇല്ല, ചെറിയൊരു സാധനമാണ് അല്ലേ. അതിൻ്റെ ഡയാമീറ്റർ എത്രയാണ്? 2D ആണ്. അതായത് ഡയാമീറ്റർ, ഈ ഷാങ്കിൻ്റെ ഡയാമീറ്റർ D ആണെങ്കിൽ അതിൻ്റെ 2 ഇരട്ടിയാണ് അതിൻ്റെ ഹെഡിൻ്റെ ഡയാമീറ്റർ അല്ലേ. ഇത് D ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ഇരട്ടിയാണ് ഇതിൻ്റെ ഹെഡിൻ്റെ ഡയാമീറ്റർ. അതിൻ്റെ ഹൈറ്റ് നോക്കി നോക്കൂ നിങ്ങൾ, ഹൈറ്റ് ഉണ്ടോ? ഹൈറ്റ് ഇല്ല, പക്ഷേ നോക്കി നോക്കൂ 0.25D, കാൽ ഭാഗം, ഈ ഡയാമീറ്ററിൻ്റെ കാൽ ഭാഗം ഏകദേശം കണ്ടോ, ഈ വലിപ്പം വരുള്ളൂ. ഇത് 4/1 ഇതുണ്ടോ, ഈ വലിപ്പമാണ് ഇതിൻ്റെ ഹെഡിന് വരിക. അപ്പോൾ നമ്മൾ ഒന്നുകൊണ്ട് റിവൈസ് ചെയ്യുക. ആദ്യം പഠിച്ചോളൂ സ്നാപ്പ് ഹെഡും പാൻ ഹെഡും നമുക്ക് എന്ത് ചെയ്യുക, ഒരുമിച്ച് പഠിക്കാം. അതിൻ്റെ ഷാങ്കിൻ്റെ ഡയാമീറ്റർ D ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡിൻ്റെ സൈസ് എത്രയാണ്? 1.6D. അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? ഹെഡിൻ്റെ ഹൈറ്റ് എത്രയാണ്? 0.7D. ഇതേ 0.7D 1.6D തന്നെയാണ് ഏതിന് വരിക? പാൻ ഹെഡിന് വരിക. ഇനി കൗണ്ടർ സംഖ്യന് എന്താ വ്യത്യാസം വരിക? കൗണ്ടർ സംഖ്യ നമുക്കറിയാമല്ലേ, അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടി, 1.6 ഉള്ള എത്രയായി? 1.7D ആയി. അതിൻ്റെ ഹൈറ്റ് കണ്ടോ, ആ ഹെഡിൻ്റെ ഹൈറ്റ് എത്രയാണ്? കുറഞ്ഞു, 0.45D ആയി. ഇനി ഫ്ലാറ്റ് ഹെഡിൻ്റെ കണ്ടോ, ഫ്ലാറ്റ് ഹെഡിൻ്റെ എത്രയാണ്? ഇതിൻ്റെ ഹെഡിൻ്റെ സൈസ് കണ്ടോ, 2 ഇരട്ടി ആയില്ലേ, 2D ആയി. പക്ഷേ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് വീണ്ടും കുറഞ്ഞു, 0.25D ആയി. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സിമ്പിളായിട്ട് വരക്കും. ഇനി KGCയുടെ എക്സാമിനൊക്കെ വരുന്ന മാതിരി വരക്കാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡയമീറ്റർ D വരക്കുക, എന്നിട്ട് അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് ഇതിൻ്റെ ഹെഡ് വരക്കുക. ഹൈറ്റ് എത്ര എടുക്കേണ്ടത്? 0.25D. ഇനി അടുത്ത റിവറ്റ് നമുക്ക് നോക്കി നോക്കാം. അടുത്ത റിവറ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രം നോക്കിയാൽ മതി. കോണിക്കൽ ഹെഡ് നോക്കി നോക്കൂ. കോണിക്കൽ ഹെഡ് ചോദിക്കാൻ ചാൻസ് ഇല്ല, ആകെ ചാൻസ് ഈ പാൻ ഹെഡ്, സ്നാപ്പ് ഹെഡ്, ഫ്ലാറ്റ് ഹെഡ്, ഇതാണ് ചോദിക്കാൻ ചാൻസ്. കോണിക്കൽ ഹെഡ് നിങ്ങൾ പഠിച്ചു വെക്കണമെങ്കിൽ പഠിച്ചു വെക്കുക. എത്രയാണ്? ഹൈറ്റ് കണ്ടോ, ഹൈറ്റ് നല്ല കൂടുതലല്ലേ, ഹൈറ്റ് കണ്ടോ 0.8D ഉണ്ട്, മാത്രമല്ല 0.25D ഉണ്ട്. ഏകദേശം ഒരു ഡി ഡയാമീറ്ററാണ് ഇത്, അതിൻ്റെ ഹൈറ്റ്. ഹെഡിൻ്റെ ഡയാമീറ്റർ എത്രയാണ്? 1.6D ആണ്. ഹെഡിൻ്റെ ഹൈറ്റ് വരുന്നത് 1D ആണ്, ഇതിൻ്റെ ഹെഡിൻ്റെ ഡയാമീറ്റർ വരുന്നത് 1.6D ആണ്. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്മാൾ റിവറ്റ് ആർ യൂസ്ഡ് ഫോർ ജനറൽ വർക്ക്, മേ ബി മെയ്ഡ് ഓഫ് നോൺ ഫെറസ് മെറ്റൽസ്. നമ്മൾ ചെറിയ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന റിവറ്റൊക്കെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക? നോൺ ഫെറസ് ഇല്ല, ഇരുമ്പിൻ്റെ അംശം കുറവുള്ള മെറ്റൽ കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഏതൊക്കെയാണ് അങ്ങനത്തെ മെറ്റൽ? കോപ്പർ ഉണ്ട്, ബ്രാസ് ഉണ്ട്, അലുമിനിയം ഉണ്ട്. നോക്കാം സ്മാൾ റിവറ്റ് എങ്ങനെ ഉപയോഗിക്കുക? നോൺ ഫെറസ് മെറ്റൽ കൊണ്ടാണ്, കോപ്പർ, ബ്രാസ്, അലുമിനിയം. ഇനി PSC പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഷിപ്പ് ബിൽഡിംഗ് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? സ്നാപ്പ് ഹെഡാണ്. സ്നാപ്പ് ഹെഡിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് കണ്ടോ, സ്നാപ്പ് ഹെഡ് കണ്ടോ, സ്നാപ്പ് ഹെഡിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. സ്നാപ്പ് ഹെഡിൻ്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചാണ്. സ്നാപ്പ് ഹെഡിൻ്റെ ഡയമെൻഷൻ, ഹെഡിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 1.6D ആണ്. ഹൈറ്റ് എത്രയാണ്? 0.7D ആണ്. ഇനി മറക്കത്തില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്നാപ്പ് ഹെഡ് നമ്മൾ എവിടെ ഉപയോഗിക്കുക? ഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ലോഹ ഷീറ്റുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് ഷിപ്പ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഷീറ്റ് യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആര്? സ്നാപ്പ് ഹെഡ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. The snap head or cup head rivet is most commonly used rivet. Countersunk head rivet are used for the top surface of the plate is required to be free from projecting rivet head. നമ്മൾ പറഞ്ഞില്ലേ കൗണ്ടർസങ്ക് ഹെഡ് എന്നാണെങ്കിൽ നമുക്ക് തടസ്സം വരാൻ പറ്റില്ല അല്ലേ. നമ്മളിപ്പോൾ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഈ കൗണ്ടർസങ്ക് റിവറ്റ് അടിച്ചു, നമ്മൾ കൈ ഇങ്ങനെ തടവി പോകുമ്പോൾ ഒരിക്കലും നമ്മളെ കൈ തടയത്തില്ല. പക്ഷേ ഈ സ്നാപ്പ് ഹെഡൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഹെഡ് ഇങ്ങനെ പൊന്തി നിൽക്കല്ലേ, നമ്മളെ കൈ എന്ത് ചെയ്യും? തടയും. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നോക്കി നോക്കാം. ഇനി അടുത്ത PSC പോയിന്റ് ഓഫ് വ്യൂ 1 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയാമീറ്റർ ഓഫ് ദി റിവറ്റ് എങ്ങനെയാണ് കാണുകയെന്ന്. ഡയാമീറ്റർ ഓഫ് ദി റിവറ്റ് എങ്ങനെ കാണുക? അപ്പോൾ എന്താ ഡയാമീറ്റർ ഓഫ് ദി റിവറ്റ് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ, ഒരു റിവറ്റിന് എന്തൊക്കെ ഉണ്ട്? ഷാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഹെഡും ഉണ്ട് അല്ലേ. ഷാങ്കും ഹെഡും ഉണ്ട്. ഇത് മൗസ് ആയതുകൊണ്ട് ഇച്ചിരി വരക്ക പണിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വരക്കാം. ഇത് ഷാങ്ക് കൊണ്ട് മുകളിലത്തെ ഭാഗം ഹെഡ്. അപ്പോൾ നമ്മളൊരു കടയിൽ പോയി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിൻ്റെ ഷാങ്കിൻ്റെ ഡയാമീറ്റർ ആണ്. അത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഡയാമീറ്റർ ഓഫ് ദി ഷാങ്ക് അല്ലെങ്കിൽ ഡയാമീറ്റർ ഓഫ് ദി റിവറ്റ് എങ്ങനെ കാണുക? D = 6√T. ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഡയാമീറ്റർ ഓഫ് ദി റിവറ്റ് ഈസ് ഈക്വൽ ടു 6 ഗുണിക്കണം √T. ഈ T എന്താ? ഈ T എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്ലേറ്റാണ് ജോയിൻ ചെയ്യേണ്ടത് ആ പ്ലേറ്റിൻ്റെ തിക്നെസ്. ഇപ്പോൾ എനിക്ക് നമ്മുടെ ജോമെട്രി ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ T എത്ര എടുക്കുക? ആ ജോമെട്രി ബോക്സിൻ്റെ തിക്നെസ് ആണ് എടുക്കുക. എനിക്ക് എൻ്റെ വീട്ടിലിപ്പോൾ അല്ലെങ്കിൽ എനിക്ക് 2 ബെഞ്ച്, നമ്മളെ ക്ലാസ്സിലിരിക്കുന്ന ബെഞ്ച് ഉണ്ടല്ലോ, ആ രണ്ട് ബെഞ്ചാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ ബെഞ്ച് രണ്ടിൻ്റെയും ഇങ്ങനെ തമ്മിൽ ജോയിൻ ചെയ്യണം.
ആ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കടയിൽ പോയിട്ട് എത്ര സൈസുള്ള റിവറ്റാണ് വാങ്ങുക, ഈ ഒരു ബെഞ്ചിൻ്റെ തിക്നെസ് ഉണ്ടല്ലോ അത് ടി ആണ് എഴുതിക്കോളൂ. അതിൻ്റെ 6 തവണ റൂട്ട് ടി ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് എന്ത് ചെയ്യുക ആ ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് കിട്ടുക. അപ്പോൾ അൻവിൻസ് ഫോർമുല എന്താണ്? അൻവിൻസ് ഫോർമുല. അൻവിൻ എം അല്ല കേട്ടോ, എൻ ആണ്. അൻവിൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ D = 6 റൂട്ട് ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P = 3D. പിച്ച് എന്താ നമ്മളിപ്പോൾ കാണും. അതുപോലെ തന്നെ മാർജിൻ. ഇത്രയും കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ആ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് നോക്കാം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ടൈപ്പ് ഓഫ് റിവറ്റ് ജോയിൻറ്റ് നോക്കാനുണ്ട്. ലാബ് ജോയിൻറ്റും ബഡ് ജോയിൻറ്റും. എന്താണ് ലാബ് ജോയിൻറ്റ്? കണ്ടോ, ലാബ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ബെഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഉണ്ട്. മാത്രമല്ല വേറെ അടിയിലൊരു പ്ലേറ്റ് ഉണ്ട്, ഒരു അടിയിലും പ്ലേറ്റ് ഉണ്ട്. അവർ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു പ്ലേറ്റിൻ്റെ മുകളിലാണ് ഇത് ഞാൻ മറ്റേ പ്ലേറ്റ് കൊടുത്തത്. ഓക്കെ ആണോ? അങ്ങനെ വിളിക്കുന്ന ജോയിൻ്റാണ് ഇത് ലാബ് ജോയിൻറ്റ്. ഒരു പ്ലേറ്റിൻ്റെ മുകളിലാണ് ഞാൻ ഇത് മറ്റേ പ്ലേറ്റ് കൊടുത്തത്. ഇങ്ങനെ ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ആദ്യം ഒരു ഹോൾ ഇടണം. ഹോൾ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യണം, അവിടെ എന്ത് ചെയ്യണം, റിവറ്റ് ഇറക്കി വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ അടിച്ച് പരത്തിയിട്ട് ഇങ്ങനെ ആക്കണം. അതായത് ഒന്നിൻ്റെ മുകളിൽ വേറൊന്ന് വെക്കണതാണ് ഇത് ലാബ് ജോയിൻറ്റ്. അപ്പോൾ അങ്ങനെ പൊന്തി നിൽക്കില്ല അല്ലേ, ഒരു ലെവലാവില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ലാബ് ജോയിൻറ്റ്. വെൻ പ്ലേറ്റ്സ് ആർ പ്ലേസ്ഡ് വൺ എബവ് ദി അതർ ദി ജോയിൻറ്റ് ഈസ് കാൾഡ് ലാബ് ജോയിൻറ്റ്. ഒന്നിൻ്റെ മുകളിൽ വേറൊന്ന് വിളിച്ചാൽ ലാബ് ജോയിൻറ്റ് എന്ന് വിളിക്കും. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റേഴ്സ് ഓഫ് ദി അഡ്ജോയിൻറ്റ് റിവറ്റ് ഇൻ ദി സെയിം റോ ഈസ് കാൾഡ് പിച്ച്. നമ്മൾ പിച്ച് നേരത്തെ നോക്കാമെന്ന് പറഞ്ഞില്ല, അതാണ് ഇത്. അത് നമുക്ക് ഈ രണ്ടാമത്തെ ഫിഗർ നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവും. നോക്കി നോക്കൂ, എന്താണ് ബഡ് ജോയിൻറ്റ്? ബഡ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം എനിക്ക് ഇതാണ് ഫസ്റ്റ് ബെഞ്ച്, ഇത് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വേറൊരു ബെഞ്ചിനോട് ജോയിൻ ചെയ്യണം. എനിക്ക് എന്നെ പൊന്തി നിൽക്കാൻ പറ്റത്തില്ല, ഒരേ ലെവലിൽ നിൽക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനത്തെ രണ്ടാമത്തെ പ്ലേറ്റ് ഉണ്ടോ, രണ്ടാമത്തെ പ്ലേറ്റ് ഇതാ ഇവിടെ വെച്ചു. ഇനി എങ്ങനെ ജോയിൻ ചെയ്യുക? ഇങ്ങനെ ഒരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വെൽഡിങ് ഉപയോഗിക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ വിളിക്കുന്ന പേരാണിത്. ഒരു പ്ലേറ്റ് വെച്ചു, ഒരു കവർ പ്ലേറ്റ് വെച്ചു അല്ലേ. അപ്പോൾ ഇത് എന്നിട്ട് എന്ത് ചെയ്തു, ഇതുമെന്ന് ഇങ്ങോട്ടും ഞാൻ റിവറ്റ് ചെയ്തു, ഇതുമെന്ന് ഇങ്ങോട്ടും റിവറ്റ് ചെയ്തു. അപ്പോൾ ഇത് കോമൺ ആയിട്ട് എന്ത് ചെയ്യും, സ്ട്രോങ് ആയിട്ട് നിൽക്കും. അങ്ങനെ വിളിക്കുന്ന ജോയിൻ്റാണ് ഇത് ബഡ് ജോയിൻറ്റ്. ഓക്കെ ആണോ? ബഡ് ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എൻഡുകൾ തമ്മിൽ ഒരുമിച്ച് നിർത്തിയിട്ട് മുകളിലൊരു കവർ പ്ലേറ്റ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നതിൻ്റെ അങ്ങനത്തെ ജോയിൻറ്റ് വിളിക്കുന്ന പേരാണ് ഇത് ബഡ് ജോയിൻറ്റ്. ഇനി എന്താണ് പിച്ച് എന്ന് ചോദിച്ചു നോക്കാം. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റേഴ്സ് ഓഫ് ദി അഡ്ജോയിൻറ്റ് റിവറ്റ് ഇൻ ദി സെയിം റോ ഈസ് കാൾഡ് പിച്ച്. അതായത് ഇവിടെ ഒരു ഈ ഒരു റിവറ്റ് ഉണ്ടല്ലേ, വേറെ കണ്ടോ, ഈ ഒരു റിവറ്റ് ഉണ്ടല്ലേ, ഇത് രണ്ടും ഒരേ വരിയിലാണ് എഴുതിക്കോളൂ. ഇതിങ്ങനെ നേരെ ഓപ്പോസിറ്റ് പിടിച്ചാൽ ഇത് രണ്ടും ഒരേ വരിയിലാണ് എഴുതിക്കോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ റിവറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരത്തിന് എന്ത് വിളിക്കാം, നമുക്ക് പിച്ച് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റേഴ്സ് ഓഫ് ദി അഡ്ജോയിൻറ്റ് റിവറ്റ് ഇൻ ദി സെയിം റോ ഈസ് കാൾഡ് പിച്ച്. നമുക്ക് ഈ ഫോർമുല, രണ്ടാമത്തെ ഫോർമുല നോക്കി നോക്കൂ. പിച്ച്, മാക്സിമം പിച്ച് എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P = 3D അല്ലേ. അതായത് പിച്ച് = 3D. P = 3D ആണ് കേട്ടോ. P = 3D. പിച്ചിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു. P = 3D. D എന്താ, ഡയാമീറ്റർ ഓഫ് ദി റിവറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു റിവറ്റിൻ്റെ ഹോൾ അടിച്ചു. ഇനി തൊട്ടടുത്ത റിവറ്റ് എവിടെ വരാൻ പാടുള്ളൂ നോക്കി നോക്കൂ, 3D അല്ലേ. ഈ ഡയാമീറ്ററിന് 3 ഇരട്ടി, 1 2 3 ഇവിടെ വരാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു റിവറ്റ് ഞാൻ ഇവിടെ അടിച്ചു, തൊട്ടടുത്ത് തന്നെ റിവറ്റ് അടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, കാരണം അത് പൊട്ടിപ്പോകും. അപ്പോൾ എങ്ങനെയാണ് പിച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? P = 3D, 3 × D. ഈ ഒരു ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ആദ്യം ലാബ് ജോയിൻറ്റ് പഠിച്ചില്ല, അതിനെ പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കാം. ഇൻ ദി ലാബ് ജോയിൻറ്റ് ഓൺലി 2 പ്ലേറ്റ് ആർ യൂസ്ഡ് പ്ലേസിങ് വൺ ഓവർ ദി അതർ ആൻഡ് റിവറ്റ്. എന്ത് ചെയ്യണം, നമുക്ക് ആകെ 2 ബെഞ്ച് ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്കൊരു മൂന്നാമതൊരു കവർ പ്ലേറ്റ് അവിടെ ആവശ്യമുണ്ടോ? ഇല്ല, ഒന്നിൻ്റെ മുകളിൽ വേറെ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ 2 പ്ലേറ്റ് മാത്രം ഉപയോഗിക്കുന്ന ജോയിൻറ്റ് വിളിക്കുന്ന പേരാണ് ഇത് ലാബ് ജോയിൻറ്റ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 പ്ലേറ്റ് മാത്രം ജോയിൻ ചെയ്യുന്ന ജോയിൻ്റാണ് ലാബ് ജോയിൻറ്റ്. ഇനി പക്ഷേ ബഡ് ജോയിൻറ്റിൽ ദി പ്ലേറ്റ്സ് ആൻഡ് ആർ പ്ലേസ്ഡ് ഫേസ് ടു ഫേസ് അല്ലേ. രണ്ടറ്റും ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ കൂട്ടിമുട്ടുന്ന രീതിയിൽ ഇവിടെ വെച്ചു. വെച്ച് 2 പ്ലേറ്റും ഇവിടെ കൂട്ടിമുട്ടുന്ന രീതിയിൽ വെച്ചു അല്ലേ. എന്നിട്ട് സിംഗിൾ ഓർ ഡബിൾ കവർ പ്ലേറ്റ് ആർ യൂസ്ഡ് ടു റിവറ്റ് ഫോം. അതായത് ഇതിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു കവർ പ്ലേറ്റ് വെച്ചു. അങ്ങനെയാണെങ്കിൽ സിംഗിൾ കവർ പ്ലേറ്റ്. ഞാൻ അടിയിൽ എന്ത് ചെയ്തു, ഒന്നുകൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് അടിയിലൊരു കവർ പ്ലേറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം, ഡബിൾ കവർ പ്ലേറ്റഡ് ബഡ് ജോയിൻ്റ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഇനി ഇത് നോക്കി നോക്കൂ, നിങ്ങൾക്ക് 3D ആയിട്ട് കാണിച്ചു നിൽക്കുക. കണ്ടില്ലേ, ഇതാണ് ഇത്. ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചു, അതിൻ്റെ തൊട്ടടിയിലല്ലേ, മേലെ അതിനെ വിളിക്കുന്ന പേരാണ് ലാബ് ജോയിൻറ്റ്. കണ്ടോ? ഇനി ഈ റിവറ്റ് ഇതാണ്ടോ, ഈ ഒരു റിവറ്റ്, ഫസ്റ്റ് റിവറ്റ്, തൊട്ടടുത്ത റിവറ്റ് ഇത് ഇല്ലേ, ഇതിന് രണ്ടിന് സെൻറ്റർ തമ്മിലുള്ള ദൂരത്തിന് നമുക്ക് എന്ത് വിളിക്കാം, പിച്ച് ഓഫ് ദി റിവറ്റ്. എത്ര P max എത്രയാണ്? 3 × D. ഓക്കെ ആണോ? ഇതാണ്. ഇനി
നമുക്ക് ഈ ഒരു നോക്കി നോക്കൂ. ഇനി സിഗ്സാഗ് റിവെറ്റിംഗ് എന്താ നോക്കാം കേട്ടോ. സിഗ്സാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ അടിച്ചു പോണ ആണ് ആ ഒരു മെത്തേഡാണ്. അത് നമുക്ക് നോക്കി നോക്കാം. ടൈപ്പ് ഓഫ് ലാബ് ജോയിൻറ്റ്, എത്ര ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം ലാബ് ജോയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇതെന്താണ്, ഒരു പ്ലേറ്റ് വെച്ചു, തൊട്ടടിയിൽ പ്ലേറ്റ് വെച്ചു, അങ്ങനത്തെ ജോയിൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത് ലാബ് ജോയിൻറ്റ്. ഇതും സെയിം അല്ലേ, ഇങ്ങനെ പ്ലേറ്റ് വെച്ചു, തൊട്ടടിയിലല്ലേ വേറെ പ്ലേറ്റ് അല്ലേ, മേലക്കും മേലല്ലേ, അപ്പോൾ അതിന് നമുക്ക് വിളിക്കാം ലാബ് ജോയിൻറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ എത്രത്തോളം ടൈപ്പ് ലാബ് ജോയിൻറ്റ് ഉണ്ട്. ഒന്നാമത്തെ സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിൻറ്റ്. ഈ ഒരു ചിത്രം നോക്കി നോക്കുക അല്ലേ, ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, തൊട്ടടിയിൽ എന്തുണ്ട്, വേറൊരു പ്ലേറ്റ് ഉണ്ട്, വേറെ പ്ലേറ്റ് ഉണ്ട്. ഞാനിത് ഹോള് ഡ്രിൽ ചെയ്തു അല്ലേ, എന്നിട്ട് റിവറ്റ് വെച്ചു. ഇതൊക്കെ ഒരേ വരിയിലല്ലേ, അതായത് സിംഗിൾ റിവറ്റിംഗ് ആണ്. ഓക്കെ ആണോ. പക്ഷേ ഈ ചിത്രം നോക്കി നോക്കൂ, ഈ ചിത്രം നോക്കി നോക്കൂ, ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ വെച്ചു, തൊട്ട് കുറച്ച് ദൂരം വിട്ടിട്ട് കണ്ടോ, ഇവിടെ ഒരു റിവറ്റ് ഉണ്ടോ, ഇതാണ് ഡബിൾ റിവറ്റഡ്. ഓക്കെ ആണോ. നമുക്ക് നോക്കി നോക്കാം. ദർ ഇസ് ഓൺലി വൺ റോ ഓഫ് റിവറ്റ് അല്ലേ, ഇവിടെ സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിൻ്റ് ആണെങ്കിൽ ഒരു വരി മാത്രമേ ഉള്ളൂ. ദി പ്ലേസ് ടു ബി ജോയിൻഡ് ആർ പ്ലേസ്ഡ് വൺ എബവ് ദി അതർ. ലാബ് ജോയിൻ്റ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ വിളിക്കുക, മേലക്കും മേലെയാണ് വെക്കുക. ഓക്കെ ആണോ. ഇനി 3D നമുക്ക് കണ്ടു അല്ലേ. ഇൻ എനി റിവറ്റഡ് ജോയിൻറ്റ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എൻഡ് ഓഫ് ദി പ്ലേറ്റ് ടു ദി റിവറ്റഡ് ഹോൾ ഈസ് കാൾഡ് മാർജിൻ. അടുത്ത ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് എന്താണ് മാർജിൻ. മാർജിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എക്സാം പേപ്പറിന് മാർജിൻ വരക്കൂലേ, സെയിം സാധനം. അതായത് നോക്കിക്കോളൂ, ഇപ്പോൾ ഞാൻ ഒന്ന് മായ്ക്കട്ടെ കേട്ടോ. ഈ ഒരു പ്ലേറ്റ് കണ്ടോ നിങ്ങൾ, ഈ ഒരു പ്ലേറ്റ് കണ്ടോ, ഇതിൻ്റെ അറ്റം കണ്ടില്ലേ, ഈ അറ്റത്ത് നിന്നും എത്ര മാറിയാണ് ഞാൻ റിവറ്റ് അടിച്ചിരിക്കുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മാർജിൻ. ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയിട്ട് ഞാൻ റിവറ്റ് അടിച്ചതിന് എന്ത് ചെയ്യും, അതായത് പ്ലേറ്റാണ് പൊട്ടിപ്പോകൂലേ അല്ലേ. അപ്പോൾ ഇതിലെങ്ങനെ മാർജിൻ, ഇതിൽ കണ്ടോ, ഈ പ്ലേറ്റ് കണ്ടോ അടിയിൽ പോകണുണ്ടോ, അടിയിൽ നിന്ന് ഇത് ഇങ്ങോട്ട് വരക്കണതാണ് ഇത് മാർജിൻ. അപ്പോൾ ഈ പ്ലേറ്റോ, ഈ പ്ലേറ്റിൻ്റെ അറ്റം ഇവിടെ, ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാണ് മാർജിൻ. ഓക്കെ ആണോ. അപ്പോൾ ഏറ്റവും തൊട്ടടുത്ത്, ഏറ്റവും മാർജിൻ ഏറ്റവും തൊട്ടടുത്ത് ആ പ്ലേറ്റിൻ്റെ തെല്ലത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പൊട്ടിപ്പോകൂലേ. അപ്പോൾ കുറച്ച് വിട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വിട്ടിട്ട് വേണം നമ്മൾ റിവറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ദൂരത്തിന് വിളിക്കുന്ന പേരാണെന്ത്, മാർജിൻ. ഒരിക്കലും മറന്നു പോകരുത്, PSC പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദി റിവറ്റഡ് ജോയിൻ്റ് ആർ നെയ്മഡ് അക്കോർഡിംഗ് ടു ദി നമ്പർ ഓഫ് റോ ഓഫ് റിവറ്റ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഒരു വരിയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, സിംഗിൾ റിവറ്റഡ്. രണ്ട് വരി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ റിവറ്റഡ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് ഈ കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദി റിവറ്റ് എങ്ങനെ കാണുക, അൻവിൻസ് ഫോർമുല D=6√T, D=6 ഗുണിക്കണം √T. T എന്ന് പറയുന്നത് നമ്മൾ ജോയിൻ ചെയ്യുന്ന പ്ലേറ്റിൻ്റെ തിക്നെസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ടീയുടെ ഡൗട്ടും കൂടി നമുക്ക് തീർക്കാം. ഈ പ്ലേറ്റ് ഉണ്ടോ, ഇതിൻ്റെ തിക്നെസ്സാണ് ഇതാണ് T, ഇതാണ് ഇത്രയും കനാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ റൂട്ടിൻ്റെ ഉള്ളിലിടുക. ഇനി പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു റിവറ്റിൻ്റെ സെൻറ്റർ മുതൽ തൊട്ടടുത്തുള്ള അതേ വരിയിലെ തൊട്ടടുത്തുള്ള റിവറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരത്തിന് എന്ത് വിളിക്കും, നമ്മൾ എന്ത് വിളിക്കും, പിച്ച് എന്ന് വിളിക്കും. P=3D, 3 × D. മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലേറ്റിൻ്റെ തലത്തുനിന്ന് റിവറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരം 1.5D. ഈ മാർജിൻ എന്ന് പറയുമ്പോൾ പിച്ചിൻ്റെ പകുതിയാണ് വിചാരിച്ചു വെക്കുക, പിച്ചിൻ്റെ പകുതിയാണ് മാർജിൻ എന്ന് വിചാരിച്ചു വെക്കുക, പഠിക്കാൻ എളുപ്പമല്ലേ. പിച്ചിൻ്റെ പകുതിയാണ് മാർജിൻ. ഇനി മിനിമം പിച്ച് എത്ര വേണം, മിനിമം പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D+30 mm. അതായത് മിനിമം നമ്മളെ ഡയാമീറ്റർ ഓഫ് ദി ശാങ്കയിലും വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, 30 mm അല്ലെങ്കിൽ 3 cm എന്ത് ചെയ്യണം, നമ്മൾ വിട്ടിട്ട് വെക്കണം. ഞാൻ വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. മിനിമം പിച്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇവിടെ ഞാനൊരു റിവറ്റ് അടിച്ചു. ഇനി തൊട്ടടുത്ത റിവറ്റ് മിനിമം എത്ര വേണം, എത്ര വേണം, ഈ ഡയാമീറ്ററും വിടണം, പിന്നെ ഒരു 30 mm വിടണം, ഇവിടെ വേണം. മാക്സിമം പിച്ച് എത്ര വരെ പോവുക, ഇതാണ് എഴുതിക്കോ. മാക്സിമം പിച്ച് എത്ര വരെ, 3 × D. ഇതിൻ്റെ ഡയാമീറ്റർ 3, 1 2 3D എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. അപ്പോൾ മിനിമം പിച്ച് എന്ന് പറയുമ്പോൾ എത്രയാണ്, D+30 mm. മാക്സിമം പിച്ച് എത്രയാണ്, 3D. ഓക്കെ ആണോ. ഇനി അത്രയാണ് ചോദിച്ച് കാണാറുള്ളത്. ബാക്കിയും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഡയഗണൽ പിച്ച്, എന്താണ് ഡയഗണൽ പിച്ച്? ഇപ്പോൾ സിഗ്സാഗ് റിവറ്റിംഗ് ആണ് എഴുതിക്കോളൂ. ഡബിൾ റോ റിവറ്റിങ്ങിൽ സിഗ്സാഗ് ആണ് എഴുതിക്കോളൂ. ഇങ്ങനെയുണ്ട്, ഇവിടെ നടുവിലൊരു റിവറ്റ് ഉണ്ട്, എഴുതിക്കോളൂ. ഇതാണ്, ഇവിടെ ഒരു റിവറ്റ് ഉണ്ട്, ഇവിടെ ഒരു റിവറ്റ് ഉണ്ട്. അപ്പോൾ ഡയഗണൽ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുന്ന് തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള ദൂരം, ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരമാണ് എന്ത്, ഡയഗണൽ പിച്ച്. അത് എത്ര വരിക, 2P+D / 3 എന്നാണ് വരിക. ഇനി റോ പിച്ച് ഓഫ് സിഗ്സാഗ് ആണ്. ഈ റോ പിച്ച് എന്ന് പറയുമ്പോൾ 0.6D. അത് തൊട്ടടുത്ത പേജിൽ പറയുന്നുണ്ട് കേട്ടോ.
നമുക്ക് നോക്കി നോക്കാം. ബഡ് ജോയിൻ്റ് നമ്മൾ കണ്ടുമില്ല. ബഡ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദല്ലുകൾ തമ്മിൽ കൂട്ടി വെക്കും, എന്നിട്ട് മുകളിലൊരു പ്ലേറ്റ് വെക്കും. ഇതാണ് ബഡ് ജോയിൻ്റ്. ദല്ലുകൾ തമ്മിൽ കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യും, മുകളിലൊരു കവർ പ്ലേറ്റ് അല്ലെങ്കിൽ സ്ട്രാപ്പ് പ്ലേറ്റ് വെക്കും. ഓക്കെ ആണോ? നമുക്ക് എന്ത് ചെയ്യാൻ കൂടി നോക്കാം. നമ്മൾ പഠിച്ച എന്ത് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് മാർജിൻ? മാർജിൻ എന്ന് പറയുമ്പോൾ ഈ പ്ലേറ്റിൻ്റെ ദല്ലത്ത് നിന്ന് റിവറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരത്തിന് നമുക്ക് എന്ത് വിളിക്കാം, മാർജിൻ. അതിൻ്റെ അളവ് എത്ര നമ്മൾ പഠിച്ച് 1.5D. 1.5D. ഓക്കെ ആണോ? അപ്പോൾ പഠിച്ചത് ഓർമ്മ ഉണ്ടോ? ഇനി എന്താണ് 2D+6? അതുപോലെ തന്നെ 1.5D. ഇവിടെയും കണ്ടോ മാർജിൻ. ഈ പ്ലേറ്റിൻ്റെ ദല്ലത്തു നിന്നും ഈ റിവറ്റിൻ്റെ സെൻറ്ററിലേക്ക്. ഇനി എന്താണ് ഡയഗണൽ പിച്ച്? കണ്ടോ, ഞാൻ പറഞ്ഞു ഇവിടുന്ന് തൊട്ടിട്ട് ഇങ്ങനെ റിവറ്റ് വരികയാണെങ്കിൽ അത് തമ്മിലെ സെൻറ്ററിലെ ദൂരത്തിന് നമുക്ക് വിളിക്കാം ഡയഗണൽ പിച്ച്. എന്താണ് റോ പിച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റിവറ്റ് ഉണ്ട്, തൊട്ടടുത്തൊരു റിവറ്റ് ഉണ്ട്, അത് തമ്മിലെ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണെന്ത്, P=3D. എന്താണ് പിച്ച്? ഓക്കെ ആണോ വിചാരിക്കുന്നത്. നമുക്കത് ക്ലാസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഒന്നുകൂടി മനസ്സിലാകും. ഇനി ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി റോസ് ഓഫ് റിവറ്റ് ഈസ് കാൾഡ് റോ പിച്ച്. റോ പിച്ച് പറയുമ്പോൾ ഒരു വരി റിവറ്റ് ഇങ്ങനെ ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു വരി റിവറ്റും ഉണ്ട്. അവ തമ്മിലുള്ള ആ ഒരു വരി രണ്ടാമത്തെ വരി തമ്മിലുള്ള ആ ദൂരമാണിത് റോ പിച്ച്. ആ റോ പിച്ച് എത്ര, അത് നിങ്ങൾ കാണാപ്പാടം പഠിക്കണം. റോ പിച്ചിൻ്റെ ഒന്നും വാല്യൂ അങ്ങനെ കാണാപ്പാടം ചോദിക്കാറില്ല. ഇനി ഡയഗണൽ പിച്ച് നിങ്ങൾ കണ്ടില്ലേ, ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റേഴ്സ് ഓഫ് വൺ റിവറ്റ് ഇൻ വൺ റോ. കണ്ടോ, ഈ ഒരു വരിയിലെ ഈ ഒരു റിവറ്റ് ഉണ്ട്, അതുമുതൽ ദി സെൻറ്റർ ഓഫ് ദി നിയറസ്റ്റ് റിവറ്റ് ഇൻ ദി അഡ്ജോയിനിങ് റോ, തൊട്ടടുത്ത വരിയിലെ ഈ ഒരു റിവറ്റ് വരെയുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ പിച്ച്. ഓക്കെയാണ് വിചാരിക്കുന്നത്. ഇനി എന്താണ് കോക്കിംഗ് ആൻഡ് ഫുള്ളറിങ്? അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റിവറ്റ് ഏകദേശം, പിന്നെ ഫെയിലിയറും കൂടി പഠിച്ചു കഴിഞ്ഞാൽ റിവറ്റിൻ്റെ കാര്യം ഏകദേശം കഴിഞ്ഞു നമുക്ക് വിചാരിക്കാം. എന്താണ് കോക്കിംഗ് ആൻഡ് ഫുള്ളറിങ്? ഇതൊരു ലീക്ക് പ്രൂഫ് മെത്തേഡാണ്. ഇപ്പോൾ ഈ റിവറ്റ് ഒരു 2 പ്ലേറ്റ് ഉണ്ട്, നടുവിൽ ഓട്ടം അളച്ചു, നമ്മൾ റിവറ്റ് വെച്ചു, ബാൾപീൻ ഹാമർ കൊണ്ട് മേടി, അങ്ങനെ ആകുമ്പോൾ റിവറ്റ് ആവത്തില്ല. ആ പ്ലേറ്റ് തമ്മിൽ എന്ത് ചെയ്യണം, അമർത്തി പിടിക്കണം, എന്നിട്ട് ആ ഹോള് കറക്റ്റ് അലൈൻ ചെയ്യണം. അങ്ങനെ വേണ്ടി ഉപയോഗിക്കുന്ന പേരാണെന്ത്, കോക്കിംഗ് ആൻഡ് ഫുള്ളറിങ്. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് കോക്കിംഗ് ഫുള്ളറിങ്. Due to high internal pressure of the steam or water in the boiler, there is possibility of the leakage of the steam or water through the rivet holes or joint. ആ 2 പ്ലേറ്റ് തമ്മിൽ അമർന്നിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിലോട്ട് ലീക്കായി പോകും. പക്ഷേ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, വെള്ളമൊക്കെ കയറി ലീക്കാവും. അങ്ങനെ ടു പ്രിവെൻറ്റ് സച്ച് ലീക്കേജ് തടയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 2 മെത്തേഡാണിത്. ഒന്ന് കോക്കിങ്ങും ഒന്ന് ഫുള്ളറിങ്ങും. കോക്കിങ്ങിന് എന്താ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചിസലാണ് ഉപയോഗിക്കുക. യൂസ്ഡ് ബൈ ഹാമറിങ് ദി ഹെഡ് റിവറ്റ് ഓർ പ്ലേറ്റ്. എന്ത് ചെയ്യും, റിവറ്റിൻ്റെ മുകളിൽ അടിച്ചിട്ട്, ഈ ചിത്രം കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇവിടെ അടിച്ചിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ അടുത്തടുത്ത് വരുത്തിക്കുന്ന പേരാണ് കോക്കിങ്ങും ഫുള്ളറിങ്ങും. ഫുള്ളറിങ് പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക, ഇവിടുത്തെ ഇത്രയും വീതിയുള്ള ടൂൾ ഇവിടെയാണ് അടിക്കുക കേട്ടോ. ഇൻ ഫുള്ളറിങ് എ ടൂൾ വിത്ത് തിക്നെസ് ഈക്വൽ ടു ദി തിക്നെസ് ഓഫ് ദി പ്ലേറ്റ്. കണ്ടോ, ഇതാണ് ഫുള്ളറിങ് കണ്ടോ, ഈ ഇത്ര കണ്ടോ, ഇത്രയും വീതിയുള്ള ആൾ നമ്മൾ ഇവിടെയാണ് അടിക്കുക. കോക്കിങ് കണ്ടോ, ഇവിടെയാണ് അടിക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രസ് ദി പ്ലേറ്റ് എൻഡ്. അപ്പോൾ പ്ലേറ്റ് എൻഡുകളെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫുള്ളറിങ്. ഈ റിവറ്റിൻ്റെ ഹെഡിനെ റെഡിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോക്കിങ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒന്നുകൂടി നോക്കാം. ഇനി എങ്ങനെയാണ് റിവറ്റ് എങ്ങനെ ഫെയിലിയർ ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിവറ്റ് നമ്മൾ പറഞ്ഞില്ലേ മാർജിൻ വേണമെന്ന് പറഞ്ഞില്ലേ. മാർജിൻ എന്ന് പറയുമ്പോൾ ഒരു പ്ലേറ്റിൻ്റെ എൻഡിൽ നിന്ന് വല്ലാണ്ട് അടുത്ത് വെക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ടിയറിങ് ഓഫ് പ്ലേറ്റ് ഓൺ ദി പിച്ച് ലൈൻ. പിച്ച് വല്ലാണ്ട് കൂടിയാലും കുറഞ്ഞാലും എന്ത് ചെയ്യും, അവിടെ ടിയറിങ്, അവിടെ കീറി പോവും. ഷിയറിങ് ഓഫ് റിവറ്റ്. ഇനി ക്രഷിങ് ഓഫ് റിവറ്റ് ഹോൾ വരും. അതുപോലെ തന്നെ ക്രഷിങ് ഓഫ് പ്ലേറ്റോ റിവറ്റ് വരും. ടിയറിങ് ദി പ്ലേറ്റ് ബിറ്റ്വീൻ ദി റിവറ്റ് വരും. അതുപോലെ തന്നെ ഷിയറിങ് ത്രൂ റിവറ്റ്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, റിവറ്റ് ഫെയിൽ ആവും. PSC പോയിൻ്റ് ഓഫ് വ്യൂ ഇത് റാങ്ക് മേക്കിംഗ് ആണ്. പിന്നെ നമ്മുടെ ഓരോ റിവറ്റിൻ്റെയും നമ്മുടെ ഡയമെൻഷൻസ് ഉണ്ടല്ലോ, ഹെഡിൻ്റെ ഡയമെൻഷൻസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫെയിലിയർ നോക്കി നോക്കാം. ഫെയിലിയറും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റിവറ്റിൻ്റെ ടോപ്പിക് ഏകദേശം കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. സിംഗിൾ ഷിയർ ഓഫ് റിവറ്റ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചിത്രം നോക്കി നോക്കും നിങ്ങൾ. സിംഗിൾ ഷിയർ ഓഫ് റിവറ്റ്. ജസ്റ്റ് ഒരു സെക്കൻഡ് നോക്കി നോക്കൂ, എന്താ നിങ്ങൾക്ക് മനസ്സിലായി? അതായത് ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട് ഇല്ലേ, ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്. രണ്ടും റിവറ്റ് എങ്ങനെ വേണ്ടിയിരുന്നു, റിവറ്റ് ഇങ്ങനെ നേരെ വേണ്ടിയിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, നടുവിൽ അത് പൊട്ടിപ്പോയില്ലേ, പൊട്ടിപ്പോയി. ഒന്ന് ഇവിടെയാണ്, ഒന്ന് കുറച്ച് അപ്പുറത്താണ്. മനസ്സിലായോ? അതാണ് സിംഗിൾ റിവറ്റിങ്. ഇനി ഡബിൾ റിവറ്റിങ് കണ്ടോ, ഇവിടെയും പൊട്ടി, അതാണ് ഡബിൾ റിവറ്റിങ്. ഡബിൾ ഷിയർ ആട്ടോ, സോറി റിവറ്റിംഗ് അല്ല, ഡബിൾ ഷിയർ ആണ്. ഇനി ഇത് നോക്കി നോക്കൂ, ഷിയറിങ് ഓഫ് പ്ലേറ്റ് ആണ് ഇവിടെ വെണ്ട് കയറിയത്. ഇവിടെയൊക്കെ നോക്കി നോക്കൂ, ഫസ്റ്റ് രണ്ടെണ്ണത്തിൽ
ഫസ്റ്റ് രണ്ടെണ്ണത്തിൽ റിവറ്റാണ് ഫെയിലായത് അല്ലേ, പ്ലേറ്റിന് കുഴപ്പമൊന്നുമില്ല, പ്ലേറ്റിന് ഡാമേജ് ഒന്നുമില്ല. പക്ഷേ ഈ മൂന്നാമത്തെ ചിത്രം നോക്കി നോക്കൂ, പ്ലേറ്റാണ് മാർജിൻമെന്നാണ് ഇത് വിണ്ട് കീറിയുന്നത്. ഓക്കെ ആണോ? അതാണ് ഷിയറിങ് ഓഫ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂന്നാമത്തെ ചിത്രം നോക്കി നോക്കൂ, കഷിങ് ഓഫ് പ്ലേറ്റ് ഓഫ് റിവറ്റ്. അല്ലോ ഇവിടെ ഒരു കഷായി പോയി, ഇത് കണ്ടോ, മാർജിനിൽ മുതൽ അങ്ങോട്ട് കീറി പോകണമാണ് എന്ത്, ടിയറിങ് ഓഫ് പ്ലേറ്റ് ടു മാർജിൻ വരെ കീറിപ്പോയി. ഇനി അടുത്ത് നോക്കി നോക്കാം, ടിയറിങ് ബിറ്റ്വീൻ റിവറ്റുകൾ തമ്മിൽ എന്ത് ചെയ്തു, ഇവിടെ കീറിപ്പോയി. ഇതാണ് ഇത്രയും കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം. പിന്നെ അൺമീൻസ് ഫോർമുല കറക്റ്റ് ആയിട്ടില്ല, മാർജിൻ കറക്റ്റ് ആയിട്ടില്ല, ഡയഗണൽ പിച്ച് കറക്റ്റ് ആയിട്ടില്ല, അങ്ങനെയൊക്കെ ആ ടൈമിലൊക്കെ എന്ത് ചെയ്യും, റിവറ്റ് ഫെയിലാവും. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഷിപ്പ് ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഹെവി വർക്കിന് ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും, നാളെ തന്നെ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഈ ഫോർമുല, അതായത് ഹെഡിൻ്റെ ഹൈറ്റും ലെങ്ത്തും ഇത്രയും മിനിമം, സ്നാപ്പ് ഹെഡ്, പാൻ ഹെഡ്, ഫ്ലാറ്റ് ഹെഡ്, കോണിക്കൽ ഹെഡ്, ഇത്രയും ഈ നാളത്തിൻ്റെ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ ഫെയിലിയർ പഠിച്ചു വെക്കണം. പിന്നെ നമ്മുടെ യൂസസ് എന്തായാലും ചോദിക്കും. ഇനി അടുത്ത ടോപ്പിക്കാണിത്, സ്ക്രൂ ത്രെഡിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്, നമ്മുടെ ചാനലുണ്ട്, നിങ്ങൾ നോക്കുക. എക്സ്റ്റേണൽ ത്രെഡ്, ഇൻറ്റേർണൽ ത്രെഡ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റേണൽ ത്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, ഇപ്പം നമ്മളൊരു ബോൾട്ട് എടുത്തു അല്ലേ, ബോൾട്ട് എടുക്കുമ്പോൾ ബോൾട്ടിൻ്റെ പുറത്താണല്ലേ ത്രെഡ്, അങ്ങനത്തെ വിളിക്കുന്ന പേരാണെന്ത്, എക്സ്റ്റേണൽ ത്രെഡ്. പക്ഷേ നമ്മൾ നെറ്റ് എടുത്തു കഴിഞ്ഞാൽ എവിടെയാണ്, ഉള്ളിലാണ് ത്രെഡ് ഉണ്ടാവുക, അങ്ങനെ എന്ത് വിളിക്കുക, ഇൻറ്റേർണൽ ത്രെഡ്. അപ്പോൾ എക്സ്റ്റേണൽ ത്രെഡ് എവിടെയാണ്, ഇറ്റ് ഈസ് എ ത്രെഡ് ഫോംഡ് ഓൺ ദി ഔട്ട് സൈഡ് ഓഫ് എ ഷാഫ്റ്റ് അല്ലേ, ഷാഫ്റ്റിൻ്റെ പുറത്താണെങ്കിൽ, ഇപ്പോൾ നമ്മളെ നെറ്റാണെങ്കിൽ ഉള്ളിലാണല്ലേ, ബോൾട്ട് ആണെങ്കിൽ പുറത്താണ്, അല്ലെങ്കിൽ സ്റ്റഡ് ആണെങ്കിൽ ഏതാ അവിടെയും പുറത്താണല്ലേ. അപ്പോൾ എക്സ്റ്റേണൽ ത്രെഡ് എന്ന് പറയുമ്പോൾ ബോൾട്ട്, സ്ക്രൂ, സ്റ്റഡ്, ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ത്രെഡിൻ്റെ ഉദാഹരണം. ഇൻറ്റേർണൽ ത്രെഡ് ഏതാണ്, നെറ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ വല്ല എൻജിൻ്റെ ഉള്ളിലൊക്കെ ത്രെഡ് ഇല്ലേ, അതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, ഇൻറ്റേർണൽ ത്രെഡ് എന്ന് വിളിക്കാം. ഇനി എലമെൻറ്റ് ഓഫ് എ സ്ക്രൂ ത്രെഡ്, ഈ സ്ക്രൂ ത്രെഡിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് നോക്കി വെക്കാം. എന്താണ് മൈനർ ഡയ, എന്താണ് പിച്ച് ഡയ, എന്താണ് മേജർ ഡയ. കണ്ടോ ഡെപ്ത് നിങ്ങൾ നോക്കുക, ക്രസ്റ്റ് കണ്ടോ, ഈ രണ്ട് ഭാഗങ്ങൾ കൂടിച്ചേരുന്നത്, റൂട്ട് കണ്ടോ ഇവിടെ തമ്മിൽ കൂടിച്ചേരുന്നത്. ഇനി ഫ്ലാങ്ക് കണ്ടില്ലേ, ഫ്ലാങ്ക് പറയുമ്പോൾ ഈ ക്രസ്റ്റും റൂട്ടും തമ്മിൽ ബന്ധിപ്പിച്ച ഭാഗത്തിന് നമുക്കത് വിളിക്കുക ഫ്ലാങ്ക് എന്ന് വിളിക്കുക. ഇതൊക്കെ നമ്മൾ പഠിച്ചോ കണ്ടോ. പിന്നെ ത്രെഡ് ആംഗിൾ, പിച്ച് കണ്ടോ, നമ്മൾ റിവറ്റിൻ്റെ കേസിൽ നമ്മൾ പിച്ച് പഠിച്ചു. ഇതിൻ്റെ കേസിൽ എന്താ പിച്ച്, ഒരു പോയിന്റ് മുതൽ തൊട്ടടുത്ത ത്രെഡിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ് വരെയുള്ള ദൂരത്തെ നമുക്കൊന്ന് വിളിക്കാം പിച്ച് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ക്രസ്റ്റ് മുതൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ക്രസ്റ്റ് വരെ പിച്ച്, അല്ലെങ്കിൽ ഈ റൂട്ട് മുതൽ തൊട്ടടുത്ത റൂട്ട് വരെയുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യുക, പിച്ച് എന്ന് വിളിക്കാം. ഇനി ആക്സിസ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇതാണ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഇതാണ് ചോദിക്കുക. എന്താണ് ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സെൻറ്റർ കൂടെ അല്ലേ, നമ്മൾ നെട്ടും ബോൾട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ സെൻറ്റർ കൂടെ വിളിക്കുന്ന ലോങ്കിറ്റ്യൂഡ് നീളംപാടുള്ള വരെ നമുക്ക് വിളിക്കാം ആക്സിസ് എന്ന് വിളിക്കാം. ഇനി എന്താണ് മേജർ ഡയാമീറ്റർ എന്താ, ഈ ചിത്രത്തിൽ കണ്ടോ, ഇതാണ് മേജർ ഡയാമീറ്റർ, ഇത് മൈനർ ഡയാമീറ്റർ, ഇത് മേജർ ഡയാമീറ്റർ. അപ്പോൾ മേജർ ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് ഡയാമീറ്റർ ഓഫ് ദി സ്ക്രൂ ത്രെഡ്. നമ്മൾ ഈ സ്ക്രൂ ത്രെഡിലുള്ള ഏറ്റവും വലിയ ഡയാമീറ്റർ എന്ന് വിളിക്കാം മേജർ ഡയാമീറ്റർ. മൈനർ ഡയാമീറ്റർ എന്താ, ഏറ്റവും ചെറിയ ഡയാമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം, മൈനർ ഡയാമീറ്റർ എന്ന് വിളിക്കാം. ഇനി അടുത്ത എന്താണ് നോക്കി നോക്കാം. എന്താണ് പിച്ച് ഡയാമീറ്റർ, PSC പോയിന്റ് ഓഫ് വ്യൂലും എക്സാം പോയിന്റ് ഓഫ് വ്യൂലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിച്ച് ഡയാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി മീൻ ഡയാമീറ്റർ ബിറ്റ്വീൻ ദി മേജർ ആൻഡ് മൈനർ ഡയാമീറ്റർ ഓഫ് ദി സ്ക്രൂ ത്രെഡ്. നമ്മൾ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ ഡയാമീറ്റർ എന്ന് വിളിക്കുക മേജർ എന്ന് വിളിക്കുക, ഇത് ഏറ്റവും ചെറുതിനെ എന്ത് വിളിക്കുക, മൈനർ എന്ന് വിളിക്കുക. ഇതിന് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ഡയാമീറ്റർ വിളിക്കുന്ന പേരാണ് എന്താണ്, പിച്ച് ഡയാമീറ്റർ. അതായത് നെട്ടും ബോൾട്ടും തമ്മിൽ കൂടി ചേരുമ്പോൾ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യുമ്പോൾ മുട്ടുന്ന് നമ്മൾ വിചാരിക്കപ്പെടുന്ന ഡയാമീറ്ററാണ് ഇത് പിച്ച് ഡയാമീറ്റർ. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇറ്റ് ഈസ് എ ഡയാമീറ്റർ വേർ ദി തിക്നെസ് ഓഫ് ദി ത്രെഡ് ആൻഡ് സ്പേസ് ആർ ഈക്വൽ മെഷർഡ് പാരലൽ ടു ദി ആക്സിസ്. അത് ആക്സിസിന് പാരലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അളക്കുക. ഇനി പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ത്രെഡിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ് മുതൽ തൊട്ടടുത്ത ത്രെഡിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ് വരെ ലോങ്ങിറ്റ്യൂഡിൽ അല്ലെങ്കിൽ നീളംപാടുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് പിച്ച്. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ കോൺസിക്യൂട്ടീവ്, തൊട്ടടുത്ത് വരുന്ന ത്രെഡ് മെഷേർഡ് പാരലൽ ടു ദി ആക്സിസ്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ത്രെഡുകളുണ്ട്. അപ്പോൾ തൊട്ടടുത്ത ത്രെഡുകൾ തമ്മിൽ ഒരേപോലെയുള്ള പോയിന്റുകൾ തമ്മിൽ ഇത് നീളംപാട്, അതായത് ആക്സിസിന് പാരലായിട്ട് അളക്കുന്ന ദൂരത്തിന് നമുക്ക് എന്ന് വിളിക്കാം പിച്ച് എന്ന് വിളിക്കാം. ഇനി എന്താണ് ലീഡ്, PSC പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീഡ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് പാരലൽ ടു ദി ആക്സിസ് ദാറ്റ് എ സ്ക്രൂ അഡ്വാൻസസ് ഇൻ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു നെട്ടിൻ്റെ മുകൾക്ക് ഒരു നെട്ടുണ്ട്, അതിൻ്റെ മുകൾക്ക് ഞാൻ എന്ത് ചെയ്തു, ഈ സ്ക്രൂ എന്ത് ചെയ്തു, തിരിച്ചു. അപ്പോൾ ഒരു കംപ്ലീറ്റ് തിരി എന്ന് പറയുമ്പോൾ 0 മുതൽ 360 ഡിഗ്രി, 0 മുതൽ 360 ഡിഗ്രി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് തിരിക്കുമ്പോൾ ഈ നെട്ടിൻ്റെ ഉള്ളിലേക്ക് ഈ ബോൾട്ട് എത്രത്തോളം ദൂരം കയറി അല്ലെങ്കിൽ എത്രത്തോളം നീളം കയറി എന്നുള്ളതിനെ വിളിക്കുന്ന പേരാണത് ലീഡ്. ലീഡ്. ഇനി ഇതാണ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഫോർ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ലീഡ് ഈക്വൽ ടു പിച്ച്.
ഫോർ ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ലീഡ് ഈക്വൽ ടു 2 ഇൻറ്റു പിച്ച്. ഫോർ ട്രിപ്പിൾ സ്റ്റാർട്ട് സ്റ്റഡ് ലീഡ് ഈക്വൽ ടു 3 ഇൻറ്റു പിച്ച്. എന്താണ് ഡബിൾ സ്റ്റാർട്ട്, എന്താണ് ട്രിപ്പിൾ സ്റ്റാർട്ട്? നിങ്ങൾ ഈ ബൂസ്റ്റിൻ്റെ കടപ്പ് കണ്ടുക്കണം. ബൂസ്റ്റിൻ്റെ കടപ്പ് അല്ലെങ്കിൽ ഗോൾഗേറ്റിൻ്റെ കടപ്പ് എന്ത് ചെയ്യുക, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്യുക, പെട്ടെന്ന് ലൂസ് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്ന് കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാർട്ടിന് പകരം 2 സ്റ്റാർട്ട് കൊടുക്കുക. അതായത് 2 തുടക്കം ഉണ്ടാവും അതിന്, 2 ചാലെന്ന് സിമ്പിളായിട്ട് പറയാം. അല്ലെങ്കിൽ 2 സ്ക്രൂവിൻ്റെ ക്രസ്റ്റും കഫൊക്കെ ഉണ്ടാവും. ഓക്കെ ആണോ? റൂട്ടും ക്രസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് പാരൽ ടു ദി ആക്സ് അല്ലേ. ഈ ആക്സിസ് പറയുന്നത് ഇതിൻ്റെ നീളം പാടുള്ള ദൂരം, അതിന് പാരൽ പറയുമ്പോൾ അതിൻ്റെ നേരെ അളക്കുന്ന ദൂരമാണ് ഇത് നമ്മുടെ ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെട്ടും ബോൾട്ടും ഉണ്ട്. ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ, അതായത് 0 മുതൽ 360 ഡിഗ്രി അല്ല, നമ്മളൊരു മുഴുവൻ തിരി തിരിക്കുമ്പോൾ ആ നെട്ടിൻ്റെ ഉള്ളിലേക്ക് ആ ബോൾട്ട് എത്രത്തോളം കയറി നിളിക്കുന്ന ആ ദൂരമാണ് ലീഡ്. സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിന് എത്ര ലീഡ് ഈക്വൽ ടു പിച്ചാണ്. ഡബിൾ സ്റ്റാർട്ട് ആണെങ്കിൽ ലീഡ് ഈക്വൽ ടു 2 ഇൻറ്റു പിച്ചാണ്. ട്രിപ്പിൾ സ്റ്റാർട്ട് ആണെങ്കിൽ എത്ര സ്റ്റാർട്ട് ഉണ്ടോ അത്രയും തവണ പിച്ചാണ് അതിൻ്റെ ലീഡ്. എന്താണ് ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രസ്റ്റ് റൂട്ടൊക്കെ പഠിക്കണം കേട്ടോ. ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ടോപ്പ് എഡ്ജ് ഓഫ് സർഫസ് ജോയിനിങ് ദി 2 സൈഡ്സ് ഓഫ് ഫ്ലാങ്സ് ഓഫ് ദി ത്രെഡ് ഈസ് കോൾഡ് ക്രസ്റ്റ്. അതായത് ക്രസ്റ്റാണ് കേട്ടോ. ഈ ഫ്ലാങ്ക് കണ്ടോ, ഫ്ലാങ്ക് ഇങ്ങനെ ചേരിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഈ ഫ്ലാങ്ക് കണ്ടോ. ഈ ചേരിഞ്ഞിട്ടുള്ള ഫ്ലാങ്കിൻ്റെ 2 ഭാഗവും തമ്മിൽ ചേരുന്ന മുകളിലത്തെ ഭാഗത്തിന് വിളിക്കുന്ന പേരാണെന്ത്, ക്രസ്റ്റ്. ഓക്കെയാണ്. റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗത്ത് വിളിക്കുന്ന സാധനമാണ് റൂട്ട് പറഞ്ഞ ചാല്. ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉയരം അല്ലെങ്കിൽ കുന്ന്. ജസ്റ്റ് മലയാളം മനസ്സിലാക്കി വെച്ചാലും മതി. നമുക്ക് ചില കാര്യങ്ങളൊക്കെ PSC റിപ്പീറ്റ് ചോദിക്കണം കേട്ടോ. ക്രസ്റ്റ് എന്താണ്, റൂട്ട് എന്താണ്. ഒരു മാർക്കിന് PSCയും നമ്മൾ KGC എക്സാമിനൊക്കെ റിപ്പീറ്റ് ചോദിക്കും. റൂട്ട് എന്ന് പറഞ്ഞാൽ ദി ബോട്ടം എഡ്ജ് ഓഫ് സർഫസ് ജോയിനിങ് ദി സൈഡ്സ് ഓഫ് ദി 2 അഡ്ജസൻറ്റ് ത്രെഡ് ഓഫ് ഫ്ലാങ്ക് ഈസ് കാൾഡ് റൂട്ട്. 2 ഫ്ലാങ്ക് തമ്മിൽ ഈ അടിയിൽ യോജിക്കുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കാം, റൂട്ട് എന്ന് വിളിക്കാം. 2 ഫ്ലാങ്ക് എന്ന് പറയുമ്പോൾ എന്താ, ഇങ്ങനെ ചേരുന്ന ഭാഗം അല്ലേ, തൊട്ടടുത്ത ത്രെഡിൻ്റെ ഫ്ലാങ്ക് കണ്ടോ, ഇങ്ങനെ ചേരുന്ന ഭാഗം തമ്മിൽ കൂട്ടി ചേർന്ന് എന്ത് ചെയ്യും, ഇവിടെ എന്താവും, ഇവിടെ ഒരു റൂട്ട് ആവൂലേ, അത് വിളിക്കുന്ന പേരാണ് റൂട്ട്. ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ക്രസ്റ്റ് ആൻഡ് റൂട്ട് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ട്, ആക്സിസ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ആക്സിന് പെർപെൻഡിക്കുലറായി, അതായത് ഇങ്ങനെ ലംബമായിട്ട് ഈ ക്രസ്റ്റ് മുതൽ ഈ റൂട്ട് വരെയുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണെന്ത്, ഈ ദൂരം ഇവിടെ തൊട്ട് ഇതുവരെയുള്ള, അതായത് ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെയുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണെന്ത്, നമ്മുടെ ഡെപ്ത് ഓഫ് ദി ത്രെഡ്. അത്രയും ആഴുണ്ട് കേട്ടോ. ത്രെഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഫ്ലാങ്സിൻ്റെ ഇടയിലുള്ള ആംഗിളെ വിളിക്കുന്ന പേരെന്ത്, ത്രെഡ് ആംഗിൾ. ഓക്കെ ആണോ? ഇനി ഹെലിക്സ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആംഗിൾ സബ്സ്റ്റൻഡ് ബൈ ദി ഹൈപ്പോട്ടനസ് ഓഫ് ദി റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ബേസ് ബീങ് ഈക്വൽ ടു ദി ആൽഫ, സർക്കംഫറൻസ് ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു ദി പിച്ച്. അതിങ്ങനെ ട്രയാംഗിൾ വരക്കുകയാണെങ്കിൽ ഈ 2 സൈഡ് നമ്മൾ പിച്ചിന് ഈക്വലായി, ഇത് നമ്മളതിൻ്റെ പൈഡി അതായത് പൈ ഇൻറ്റു ഡയമീറ്ററിന് ഈക്വലായെങ്കിൽ ഈ ആംഗിൾ വിളിക്കുന്ന പേരാണെന്ത്, ഹെലിക്സ് ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വണ്ടിയുടെ കണ്ണാടി എടുക്കണം. വണ്ടിയുടെ കണ്ണാടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കൈ കൂടെ ഇഞ്ഞു പോരും. അതെന്തുകൊണ്ടാണ്, അത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആവുകൊണ്ടാണ്. അപ്പോൾ ചിലത് ലെഫ്റ്റ് ഹാൻഡ് ഉണ്ട്, ചിലത് റൈറ്റ് ഹാൻഡ് ഉണ്ട്. അപ്പോൾ എന്താ നമുക്ക് നോക്കാം അല്ലേ. റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ത്രെഡ് ദാറ്റ് അഡ്വാൻസസ് ഇൻ ടു ദി എൻഗേജ്മെൻറ്റ് വെൻ ടേൺഡ് ക്ലോക്ക് വൈസ്. നമ്മൾ വാച്ച് തിരിയണ പോലെ ക്ലോക്ക് വൈസിൽ തിരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ നെറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്ന ത്രെഡാണ് നമുക്ക് എന്ത് വിളിക്കാം, ക്ലോക്ക് വൈസ്. നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ത്രെഡൊക്കെ അങ്ങോട്ടാണ്, അങ്ങോട്ട് നോക്കുമ്പോൾ ടൈറ്റ് ചെയ്യും, റിവേഴ്സ് ഇതാക്കുമ്പോൾ ലൂസ് ആവും അല്ലേ. അങ്ങനത്തെ ത്രെഡിനെ എന്ത് വിളിക്കും, റൈറ്റ് ഹാൻഡ് ത്രെഡ്. ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ബൈക്കിൻ്റെ കണ്ണാടി ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് എന്ത് ചെയ്യും, സാധനം കൈക്കോട്ട് ലൂസായി പോയിരുന്നതാണ്. അതാണ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ്. അതായത് ഇറ്റ് ഈസ് എ ത്രെഡ് ദാറ്റ് അഡ്വാൻസസ് ഇൻ ടു ദി എൻഗേജ്മെൻറ്റ് വെൻ ടേൺഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ആ കണ്ണാടി മുറുകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരെ തിരിഞ്ഞ് ഓപ്പോസിറ്റ് തിരിക്കണമല്ലേ, വാശി തിരിഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചാലും മാത്രം എന്ത് ചെയ്യുള്ളൂ, അത് കണ്ണാടി അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ആവുള്ളൂ. ഇനി എന്താണ് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ്? സിംഗിൾ സ്റ്റാർട്ട് ത്രെഡും ഡബിൾ സ്റ്റാർട്ട് ത്രെഡും മൾട്ടിപ്പിൾ സ്റ്റാർട്ട് നമ്മൾ പഠിച്ചൂലേ. സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ത്രെഡ് ഫോം കട്ട് ഓൺ ദി സിലിണ്ടർ അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ് ത്രെഡ്സ് ആർ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആൾസോ കാൾഡ് സിംഗിൾ സ്റ്റാർട്ട്. ഒരേ ഒരു തുടക്കേ ഉണ്ടാവുള്ളൂ, ഒരറ്റേ ഉണ്ടാവുള്ളൂ, ആ നെറ്റിൻ്റെ ഉള്ളിൽ കയറാൻ ഒരറ്റേ ഉണ്ടാവുള്ളൂ, അങ്ങനെ വിളിക്കുന്നതാണ് സിംഗിൾ സ്റ്റാർട്ട്. ഈ ഗോൾഗേറ്റും ബൂസ്റ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇപ്പോൾ ഒന്ന് അയച്ചു നോക്കുക, 2 സ്റ്റാർട്ട് ഉണ്ടാവും, 2 ഭാഗം അടുത്ത് വന്ന് ആ അറ്റത്ത് വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ 2 സ്റ്റാർട്ടാണ് കേട്ടോ. അപ്പോൾ ലീഡ് ഈക്വൽ ടു പിച്ചാണ് ഏതിൻ്റെ കേസിൽ, നമ്മുടെ സിംഗിൾ സ്റ്റാർട്ട്. ലീഡ് ഈക്വൽ ടു 2 പിച്ചാണ് ഇത് ഡബിൾ സ്റ്റാർട്ടിൻ്റെ കേസിൽ. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റാർട്ട് ആകുമ്പോൾ എന്ത് ചെയ്യും, ലീഡ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ടൈംസ് ദി പിച്ചാണ് വരിക. ഇനി നമ്മളല്ലേ എന്താണ് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ എന്ത് ചെയ്യും, മുറുകണേനെ നമുക്ക് എന്ത് വിളിക്കാം, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് വിളിക്കാം.
ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് വിളിക്കാം. ഇനി സിംഗിൾ സ്റ്റാർട്ട് കണ്ടോ, ചിത്രം ഇവിടെ ഉണ്ട് കേട്ടോ. സിംഗിൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഒരു തുടക്കം ഉണ്ടാവുള്ളൂ കണ്ടോ. ഡബിൾ സ്റ്റാർട്ട് കണ്ടോ, എത്ര തുടക്കമുണ്ട്, ഇവിടെ ഒരു തുടക്കമുണ്ട്, പിന്നെ എന്ത് ചെയ്തു, ഇവിടെ ഒരു തുടക്കം വന്നിട്ടുണ്ട് അല്ലേ, 2 തുടക്കമുണ്ട്. ട്രിപ്പിൾ സ്റ്റാർട്ട് നോക്കി നോക്കൂ, ഒരു തുടക്കം ഇവിടെ, ഒരു തുടക്കം ഇവിടെ, ഒരു തുടക്കം ഇവിടെ, 3 തുടക്കമുണ്ട്. ഓക്കെ ആണോ വിചാരിക്കുന്നു. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഏത്, നമ്മളെ PSC പോയിന്റ് ഓഫ് വ്യൂലും 1 മാർക്ക് പോയിന്റ് ഓഫ് വ്യൂലും ഒരുപാട് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ത്രെഡ്സ്, ഫോംസ് ഓഫ് ത്രെഡ് ഫോംസ് കേട്ടോ. അതിൽ ടൈപ്പ് ഓഫ് ഫ്രീ ത്രെഡ്, ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ത്രെഡ് ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ദി മെട്രിക് ത്രെഡ് ഈസ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വെസ്റ്റ്. ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗമാണ് BSW കണ്ടോ, ഇതാണ് അതിൻ്റെ ചിത്രം BSW. അപ്പോൾ ഇങ്ങനെ വിളിക്കണതിന് നമുക്ക് എന്ത് വിളിക്കാം, അതിൻ്റെ ഫ്ലാങ്ക് എന്ന് വിളിക്കാം. ഈ ഭാഗത്തിനെ നമുക്ക് എന്ത് വിളിക്കാം, ക്രസ്റ്റ് എന്ന് വിളിക്കാം. ഈ ഭാഗത്തിന് എന്ത് വിളിക്കാം, റൂട്ട് എന്ന് വിളിക്കാം. ഈ 2 ഭാഗം ഒരേപോലുള്ള 2 ഭാഗത്തിന് എന്ത് വിളിക്കാം, അതിന് തമ്മിലുള്ള ദൂരത്തിന് എന്ത് വിളിക്കാം, പിച്ച് എന്ന് വിളിക്കാം. ഈ ഭാഗത്തിന് ഈ ക്രസ്റ്റ് മുതൽ റൂട്ട് വരെയുള്ള ഈ ദൂരത്തിന് നമുക്ക് എന്ത് വിളിക്കാം, ഡെപ്ത് എന്ന് വിളിക്കാം. ഓക്കെ ആണോ. അപ്പോൾ എന്താണ് BSW പ്രത്യേകത, ഇതിൻ്റെ ആംഗിൾ കണ്ടോ, ത്രെഡ് ആംഗിൾ എത്രയാണ്, 55 ഡിഗ്രിയാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 55 ഡിഗ്രിയാണ് ത്രെഡ് ആംഗിൾ. നോക്കിക്കോ, ത്രെഡ് ആംഗിൾ ഈസ് 55 ഡിഗ്രി. ദി തിയറിറ്റിക്കൽ ഡെപ്ത് വേർ ദി ഫ്ലാങ്ക് മീറ്റ് h = 0.96. അതായത് തിയറിറ്റിക്കൽ ഡെപ്ത് ഇവിടുന്ന് തൊട്ട് ഇതുവരെ എത്രയാണ്, 0.96 പി എന്ന് പറഞ്ഞ പിച്ചാണ് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ കർവാക്കി. അതുപോലെ മുകളിൽ എന്ത് ചെയ്തു, കർവാക്കി. അപ്പോൾ എന്ത് ചെയ്യും, ഹൈറ്റ് കുറയില്ലേ. അപ്പോൾ ആക്ച്വൽ ഡെപ്ത് എത്ര ഉള്ളൂ, 0.640 p ആണ്. ഈ 2 വാല്യൂ ആണ് എന്ത് ചെയ്യുക, PSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ്. അതായത് BSW ത്രെഡിൻ്റെ ആക്ച്വൽ ഡെപ്ത് മാത്രം പഠിച്ചാൽ കേട്ടോ, നിങ്ങൾ തിയറിറ്റിക്കൽ ഡെപ്ത് പഠിക്കേണ്ട. ആക്ച്വൽ ഡെപ്ത് എത്രയാണ്, h = 0.64 പിച്ചാണ് വരിക. ഓക്കെ ആണോ. ഇനി BSW ത്രെഡ് നമ്മൾ എങ്ങനെയാണ് എഴുതുക എന്ന് പറഞ്ഞാൽ 1/2 ഇഞ്ച് BSW, അതായത് 1/2 ഇഞ്ച് ഡയമീറ്ററുള്ള നോമിനൽ ഡയമീറ്ററുള്ള BSW ത്രെഡാണ് വരിക കേട്ടോ. ഇനി അടുത്ത ത്രെഡ് ഫോം അടുത്ത വി ത്രെഡാണ് ഇത് BSF, അത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ. ഇതിൻ്റെ ആംഗിൾ എത്രയാണ്, ആംഗിൾ നോക്കി നോക്കൂ, ഇത് ബ്രിട്ടീഷ് അസോസിയേഷൻ ആണ്. BSF എന്താണ്, BSWൻ്റെ അതേ ചിത്രം വരിക. അത് ഇതിൻ്റെ അതേ ചിത്രമാണ് വരിക, ഇതേ ചിത്രം വരിക. അത് അതിൻ്റെ ആംഗിൾ എത്രയാണ്, ആംഗിൾ കണ്ടോ, 55 ഡിഗ്രിയാണ്. പഠിക്കാൻ എളുപ്പമാണ്, 55 ഡിഗ്രിയാണ്. ഓക്കെ ആണോ. ഇനി എന്താണ് ബ്രിട്ടീഷ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ചിത്രം വരിക. ഓക്കെ ആണോ. അതിൻ്റെ ആംഗിൾ എത്രയാണ്, 47.5 ഡിഗ്രിയാണ്. അതിൻ്റെ ഡെപ്ത് എത്രയാണ്, 0.6 t ആണ്. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ആകെ 2 വാല്യൂസ് മാത്രം ചെയ്താൽ മതി, നിങ്ങൾ ത്രെഡ് ഫോം എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി എന്താണ് മെട്രിക് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അത് അതിൻ്റെ ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രിയാണ്. അതുകൊണ്ട് 60 ഡിഗ്രിയാണ് അതിൻ്റെ ആംഗിൾ. ചിത്രം നമുക്ക് നോക്കി നോക്കാം. കണ്ടോ, ഇതാണ് മെട്രിക് ത്രെഡ്. ആംഗിൾ 60 ഡിഗ്രിയാണ് കേട്ടോ, 60 ഡിഗ്രിയാണ് ആംഗിൾ. പിന്നെ ഹൈറ്റ് കണ്ടോ നിങ്ങൾ 5/8 5/8 ഹൈറ്റാണ് കേട്ടോ. ഇനി എന്താണ് സ്ക്വയർ ത്രെഡ് ഉണ്ടോ. അപ്പോൾ ത്രെഡ് നമ്മൾ കണ്ടില്ലേ, BSW BSF പിന്നെ ഐസോമെട്രിക്, ഇത്രയും നമ്മൾ ത്രെഡ് കണ്ടോ. ഇനി V ഷേപ്പ് അല്ലാത്ത കുറച്ച് ത്രെഡ് ഉണ്ട്. അതിലൊന്നാണ് ഇത് സ്ക്വയർ ത്രെഡ് കണ്ടോ. അതിൻ്റെ ക്രസ്റ്റും റൂട്ടൊക്കെ കണ്ടോ നിങ്ങൾ, സ്ക്വയർ ആയിട്ട് കണ്ടോ. ദി തിക്നെസ് ആൻഡ് ഡെപ്ത് ഓഫ് ദി ത്രെഡ് ആർ ഈക്വൽ ടു 0.5 t. സ്ക്വയർ ആവുകൊണ്ട് അതിൻ്റെ തിക്നെസ്സും ഡെപ്തും എല്ലാം എത്രയാണ്, 0.5 ഇൻറ്റു പിച്ചാണ് വരിക. ഇനി PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഈ പറയുന്നത് കേട്ടോ. നമ്മളെ KGCയുടെ എക്സാമിന് എന്താ വരിക, സ്ക്വയർ ത്രെഡ്സ് ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് മോഷൻ ഓഫ് പവർ. അല്ലേ, പവറൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ല സ്ക്വയർ ത്രെഡ് വേണം. ഇതാകുമ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യില്ല, ഒരു സാധനം കൊണ്ട് അങ്ങോട്ടും കൊണ്ട് ഇറങ്ങി പോകത്തില്ല. ഉദാഹരണം നോക്കിക്കോ, സ്ക്രൂ ജാക്ക് നിങ്ങൾ പോയി നോക്കിക്കോ, വൈസ് ഹാൻഡിൽ പോയി നോക്കിക്കോളൂ. ക്രോസ് സ്ലൈഡ് ആൻഡ് കോംബോ സ്ലൈഡ് ഓഫ് ദി ലെയ്ത്തിൻ്റെ ഭാഗങ്ങൾ പോയി നോക്കി നോക്കൂ. ഇതിലെല്ലാം എന്താ ഉണ്ടാവുക, നമ്മുടെ സ്ക്വയർ ത്രെഡാണ് ഉണ്ടാവുക. ഓക്കെ ആണോ. ഇനി സ്ക്വയർ ത്രെഡിന് എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യും, പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ട്രിപ്പിസോയിഡൽ ത്രെഡ്. ഇതാട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ഓഫ് പോയിന്റ്. ട്രിപ്പിസോയിഡൽ എന്ന് പറയുമ്പോൾ സ്ക്വയർ മാറി എന്തായി, ഒരു ട്രിപ്പിസോയിഡിൻ്റെ ഷേപ്പായി. ദീസ് ത്രെഡ്സ് ആർ ഹാവ് എ പ്രൊഫൈൽ വിച്ച് ഈസ് നെയ്തർ സ്ക്വയർ ഓർ നോർ വി. സ്ക്വയറും ഇല്ല വി ത്രെഡും ഇല്ല, അതിൻ്റെ ഇടയിലുള്ള ഷേപ്പാണ് ഇത് ട്രപ്പിസോയിഡൽ. അതായത് ഇങ്ങനെ വരും, ഇങ്ങനെ മൗസ് ആകൊണ്ട് വരക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നോക്കാം, ഇങ്ങനെ ഓക്കെ ആണോ.
ഓക്കെയാണോ? അപ്പോൾ ട്രപ്പിസോയിഡൽ ത്രെഡ് എത്ര ഉണ്ട് ഇത് പഠിക്കണ്ട. എത്ര ഉണ്ട്? അക്മേ ത്രെഡ് ഉണ്ട്, അതുപോലെ തന്നെ മെട്രിക് അക്മേ ഉണ്ട്, ബട്ടർസ് ഉണ്ട്, മോഡിഫൈഡ് ബട്ടർസ്. അത് ഇത്രയും 4 ടൈപ്പ് ഏതാണ് നമ്മുടെ ട്രപ്പിസോയിഡൽ ത്രെഡാണ്. എങ്ങനെ പഠിക്കുക? അക്മേ പഠിക്കുക അല്ലേ, പിന്നെന്താണ് മെട്രിക് അക്മേ, രണ്ടും ഒന്നാണ്. ബട്ടർസ് പഠിക്കുക, മോഡിഫൈഡ് ബട്ടർസ്. അപ്പോൾ 2 പഠിച്ചാൽ മതി. ഒന്ന് മോഡിഫൈഡ് ആണ്, ഒന്ന് മെട്രിക് അക്മയാണ്. ഇനി എന്താണ് അക്മേ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കോ, അതിൻ്റെ ആംഗിൾ എത്രയാണ്? 29 ഡിഗ്രി ആട്ടോ. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. 29 ഡിഗ്രിയാണ്. അതിൻ്റെ ഷേപ്പ് കണ്ടോ? ഷേപ്പ് നോക്കിക്കോ, കണ്ടോ? അക്മേ ത്രെഡ് കണ്ടോ നിങ്ങൾ? അതിൻ്റെ ഷേപ്പ് ഉണ്ട്. വി ആണോ? വി അല്ല. സ്ക്വയർ ആണോ? സ്ക്വയറോ അല്ല. കണ്ടോ? ഇതാണ് അതിൻ്റെ ഷേപ്പ്. 29 ഡിഗ്രിയാണ് അക്മേ ത്രെഡിൻ്റെ ആംഗിൾ. ഇനി ബട്ടർ ത്രെഡിൻ്റെ ആംഗിൾ എത്രയാണ് നമുക്ക് നോക്കാം. 45 ഡിഗ്രിയാണ് കേട്ടോ. ഇനി എവിടെയാണ് ബട്ടർ ത്രെഡിൻ്റെ കേസിൽ കുറച്ച് PSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ദി ബട്ടർ ത്രെഡ്സ് ആർ യൂസ്ഡ് ഇൻ പവർ പ്രസ്, കാർപ്പൻട്രി വൈസ്, റാച്ചസ്. ഈ കാർപ്പൻട്രി വൈസ് ഒരുപാട് തവണ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. കാർപ്പൻട്രി വൈസിൽ ഉപയോഗിക്കുന്ന ത്രെഡ് ഏതാണ്? ബട്ടർ ത്രെഡാണ്. ഓക്കെ ആണോ? ഇനി അടുത്തത് മോഡിഫൈഡ് ബട്ടർസ്. ബട്ടർസ് ഉണ്ടോ നമ്മൾ ഈ അർക്കവാണ്ടൊക്കെ പോലെ കണ്ടോ? അർക്കവാണ്ട പോലെ കണ്ടോ ആംഗിൾ? ഇതാണ് നമ്മൾ 45 ഡിഗ്രി എന്ന് പറയുന്നത്. 45 ഡിഗ്രി, ഇതാണ് 45 ഡിഗ്രി. നോക്കുക, മോഡിഫൈഡ് ബട്ടർസ് എന്ന് പറയുമ്പോൾ നോക്കി നോക്കുക നിങ്ങൾ. ഇതിങ്ങനെ കറക്റ്റ് ലംബായിരുന്നില്ല, ഇങ്ങനെ കറക്റ്റ് ലംബായിരുന്നു. പക്ഷേ ഇവിടെ നോക്കി നോക്കുക, ഒരു ചെരിവ് കൊടുത്ത് കണ്ടോ? ഇതാണ് മോഡിഫൈഡ് ബട്ടർസ്. ഓക്കെ ആണോ? ഓക്കെ ആണ് വിചാരിക്കുന്നത്. ഇനി നക്കിൾ ത്രെഡ് പറഞ്ഞാൽ അതിൻ്റെ അറ്റം ഒരു റൗണ്ട് ആയിരിക്കും, ഒരു റൗണ്ട് ഫോമുള്ള. ഇറ്റ് ഹാസ് എ സെമി സർക്കുലർ ഫോം ഡിഫറെൻറ്റ് ഫ്രം വി ആൻഡ് ട്രപ്പിസോയിഡ്. വി അല്ല, സ്ക്വയർ അല്ല, ട്രപ്പിസോയിഡും അല്ല. ഏതാണ്? ഒരു റൗണ്ടാണ്. പക്ഷേ ഇതിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതാണ് ചോദിക്കുക. വാൽവ് സ്പിൻഡിൽ, റെയിൽവേ കാരേജ് കപ്ലിംഗ്, ഹോസ് കണക്ഷൻ. നമ്മളെ വീട്ടിലെ ഹോസ് കണക്ഷനൊക്കെ നോക്കി നോക്കാം. അതിലൊക്കെ ഉപയോഗിക്കുന്ന ത്രെഡ് ഫോം ഏതാണ്? നക്കിൾ ത്രെഡാണ്. ഓക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് റിവറ്റ് പഠിച്ചു, പിന്നെ ഇത്രയും ത്രെഡിൻ്റെ കാര്യങ്ങൾ പഠിച്ചു.